അതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു കൂതറപ്പ് സിനിമയാണെന്ന് തീരുമാനം? അങ്ങനെ മോഹൻലാലിൻ്റെ ബറോസിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. പടം പറഞ്ഞാൽ ബേസിക്കലി വെറും കൂതറ പടമാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ ദുഃഖത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം മലയാളത്തിൻ്റെ അഭിമാനമായ ശ്രീ മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിൻ്റെ റിലീസായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, മലയാളത്തിലെ റിവ്യൂവർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ശ്രീ സന്തോഷ് വർക്കി, അദ്ദേഹം ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഏതോ ഒരു മൂലയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആരെയോ പേടിച്ച് അല്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ കള്ളന്മാരെ പോലെ വന്ന് നിന്നിട്ട് റിവ്യൂ പറയുകയാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ, ബറോസ് ഒരു കൂതറ പടമാണ്. 2024 മലയാളത്തെ സംബന്ധിച്ച് ഒരു സുവർണ വർഷം തന്നെയായിരുന്നു. 2024 തുടക്കത്തിൽ തന്നെ 3 സിനിമകൾ 100 crore ക്ലബിലേക്ക്, അതായത് 100 കോടി ക്ലബിലേക്ക് കയറി. മാർക്കോ, റൈഫിൾ ക്ലബ്ബ് പോലെയുള്ള സിനിമകൾ വളരെ അധികം മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ കളക്ഷനായാലും അതിൻ്റെ മേക്കിംഗ് ആയാലും ക്വാളിറ്റി ആയാലും മലയാള സിനിമ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബറോസുമായി മലയാളത്തിൻ്റെ അഭിമാനമായ ശ്രീ മോഹൻലാൽ ബറോസുമായി വരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ്, അതാണ് ദുഃഖം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഇറങ്ങിയപ്പോൾ ആറാട്ടണ്ണ എന്ന് വിളിപ്പേരുള്ള ശ്രീ സന്തോഷ് വർക്കി, ശ്രീ എന്നൊക്കെ പറയാൻ പറ്റുമോ എനിക്കറിയില്ലെങ്കിൽ, അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മോഹൻലാലിൻ്റെ ബറോസ് കൂതറ പടമാണ്, മേക്കിംഗ് കൊള്ളി. ഒരു സമയത്ത് തിയേറ്ററിലൊന്നും ആളൊന്നും ഇല്ലായിരുന്നു. ഷോ തുടങ്ങാൻ 10 പേരില്ലാത്തതിനാൽ എത്രയോ സിനിമകൾ കാണാതെ നമ്മളൊക്കെ തിരിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു ഈ ബറോസിനെ മുൻനിർത്തി പറയുകയാണെങ്കിൽ ബറോസിനെതിരെ ചെയ്തിരിക്കുമ്പോൾ വളരെയധികം ഒരു ക്രൂരതയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ്. ഈ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ബറോസ് കൊള്ളില്ല അല്ലെങ്കിൽ വേറൊരു സിനിമ കൊള്ളില്ല എന്ന് പറയാൻ ഉള്ള അധികാരം ആരാണ് ഇവർക്ക് കൊടുത്തത്? ഒരു കലാസൃഷ്ടി അത് തിയേറ്ററിലെത്തി, അത് മുഴുവനായി നിങ്ങൾ കണ്ടിട്ടല്ലേ അതിനെ വിമർശിക്കേണ്ടതുള്ളൂ. വനിത, വിനീത എന്നീ തിയേറ്ററുകൾ കേന്ദ്രീകരിച്ചാണല്ലോ ഈ റിവ്യൂവേഴ്സൊക്കെ വരുന്നത്. ഇവർ എൻ്റർടൈൻമെൻറ്റിൻ്റെ രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ ഒരുപാട് പേര് തെറി പിടിക്കുന്നുണ്ട്. യൂട്യൂബേഴ്സ് അത് അവരൊരു വരുമാന മാർഗമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു കൂതറപ്പ് സിനിമയാണെന്ന് തീരുമാനിക്കാൻ കഴിയും? നിങ്ങൾക്ക് അഭിപ്രായം പറയാം. പക്ഷേ അത് ഒരു സോഷ്യൽ മീഡിയയിലൂടെ അത് നിങ്ങൾ ഇത്രയും അധികം ഫോളോവേഴ്സ് ഉള്ള ഒരാൾ അത് ചെയ്യുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയായിട്ടല്ലേ മാറുന്നത്. അല്ലെങ്കിൽ അത് പ്രേക്ഷകരോടും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോടും ചെയ്യുന്ന ഒരു തെറ്റല്ലേ? ഇപ്പം തന്നെ അശ്വന്ത് കോക്ക് ഖൽബ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വളരെ മോശം റിവ്യൂ ഇട്ടിട്ട് അത് OTT വന്നപ്പോൾ അത് നല്ല സിനിമയാണെന്നുള്ള അഭിപ്രായമാണ്. മാത്രമല്ല OTT വളരെ നന്നായിട്ട് ആ ചിത്രം ഓടുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നിലക്ക് നിർത്തേണ്ടതല്ലേ? ഇടയ്ക്ക് ഉണ്ണി വ്ളോഗ് എന്ന് പറഞ്ഞ വ്ളോഗറെ മീൻസ് ആ റിവ്യൂവറെയൊക്കെ ഭീഷണിപ്പെടുത്തി ചില ഗതികേടുകൾ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇനി ആവർത്തിക്കരുത്. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് നിങ്ങൾക്കൊരു അഭിപ്രായം പറയാം. നിങ്ങൾക്ക് മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാനോ എന്താ പറയുക, ഇത് തിയേറ്ററിൽ പോയി കാണരുത് എന്ന് പറയാനോ ഒന്നും അവകാശമില്ല. അത് ഒരാളുടെ മൗലികമായ അവകാശമല്ലേ. അപ്പോൾ അത് മാത്രം, ഇത് വളരെ വലിയ കുറ്റമായിട്ടാണ്, അല്ലെങ്കിൽ വലിയൊരു മോശം പ്രവണതയാണ്. റിവ്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണോ? ഇന്ത്യ വിഷനിലും മാതൃഭൂമിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റ് മനീഷ് നായരാണോ, അദ്ദേഹമൊക്കെ റിവ്യൂ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് പോലും അവർ എത്ര പോസിറ്റീവായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നാട്ടുകാർ മിക്കവാറും കൈവെക്കും ഇങ്ങനെയുള്ളവരെ. അല്ലെങ്കിൽ ഈ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർക്കെതിരെ തിരിയും. അപ്പോൾ അതിന് മുൻപ് തന്നെ ഇവർ ഈ പണി നിർത്തുക. നിങ്ങളുടെ മാന്യമായ അഭിപ്രായം പറയാം. പക്ഷേ ഇത്തരം ഒരു ചിത്രം ആദ്യം തിയേറ്ററിലെത്തി അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ആദ്യ പകുതി കഴിയും മുമ്പേ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇത് തെറ്റായ പ്രവണതയാണ്. ഇത് വിലക്കപ്പെടേണ്ടതാണ്. ഇത് ഇനി ആവർത്തിക്കാതിരിക്കേണ്ടതാണ്. ഇത് സിനിമയ്ക്ക് അത്രയും നല്ലതല്ല.